ഇന്ത്യ ബംഗ്ലാദേശുമായി ക്രിക്കറ്റ് കളിക്കണ്ട, ക്രിക്കറ്റ് മത്സരത്തിന് വരികയാണ്. അപ്പോൾ ഹിന്ദു മഹാസഭ പറയുന്നു ആ മത്സരം ഞങ്ങൾ മുടക്കും, അന്ന് ഞങ്ങൾ ഹർത്താൽ നടത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നു, അങ്ങനെ ദ്രോഹിക്കുന്ന ഒരു രാജ്യവുമായി ക്രിക്കറ്റ് കളിക്കണ്ട എന്നാണ് ഹിന്ദു മഹാസഭ പറയുന്നത്. ബീർ ഭരദ്വാജ് ഈ ഹിന്ദു മഹാസഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് പുള്ളിയാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യപ്രദേശിലാണ് തോന്നുന്നത്. മധ്യപ്രദേശിൽ ഗോളിയാർ. ഇന്നതൊരു കാര്യമുണ്ട്. കാരണം അവിടുത്തെ ഭരണമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളെ ദ്രോഹിക്കുക എന്നുള്ള ആദ്യത്തെ അജണ്ട. അൽ-ഖ്വയ്ദ അവിടുത്തെ ഭരണമാറ്റത്തിന് വേറൊരു മാർഗം ഉപയോഗിച്ച് അവിടുത്തെ ഭരണാധികാരിയെ ഒഴിവാക്കി അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണിപ്പം. മുഹമ്മദ് യൂനസ് ആണല്ലോ അതിൻ്റെ ഈ പ്രധാനമന്ത്രിയുടെ റോള് വഹിക്കുന്ന ആൾ. ഈ പ്രധാനമന്ത്രിയുടെ റോള് വഹിക്കുന്ന ആൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് തല കാണിക്കാൻ വേണ്ടി നിന്നായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു 8-9 ലോക നേതാക്കന്മാരെ കണ്ടു. മറ്റേ ചോടി കഴിഞ്ഞു. അതുകൂടാതെ വേറെ നേതാക്കന്മാരെ കണ്ടു. അദ്ദേഹം തിരിച്ചു വന്നതിന് സമയമില്ലെന്ന് പറഞ്ഞു. കാരണം ഇവർ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചു. ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ വന്നതിന് ശേഷം ഇപ്പോൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വിരട്ടി കീഴ്പ്പെടുത്തിയിട്ട് പൂർണ്ണമായിട്ടും ഈ അൽഖ്വയ്ദയല്ലോ ഈ ജമാഅത്ത് ഇസ്ലാമി, പാകിസ്ഥാൻ്റെ ജമാഅത്ത് ഇസ്ലാമി, അത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായത്തോടു കൂടിയാണ്. അവിടെ ഇപ്പം ആദ്യം തന്നെ കൂട്ടക്കൊല ഉണ്ടായി. അന്ന് ഭയങ്കര ലോകത്ത് മൊത്തം ചർച്ചയായി. അവിടുത്തെ ഹിന്ദുക്കൾ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ശേഷം ഒരു പ്രളയം ഉണ്ടായല്ലോ. പ്രളയത്തിന് ശേഷം ആ പ്രളയത്തിൻ്റെ ദുരിതാശ്വാസവും അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാനൊന്നും ഒരു മാർഗ്ഗമില്ല. ആനുകൂല്യം കിട്ടണമെങ്കിൽ അവിടുത്തെ ആദിവാസി മേഖലയിലുള്ള ഹിന്ദുക്കളാണ്. ആ മേഖലയിലുള്ള ഹിന്ദുക്കളെയൊക്കെ നിർബന്ധിച്ച് മതവിരുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം 10-200 വീടുകൾ കത്തിക്കുകയും ആദിവാസി മേഖലയിൽ കയ്യേറുകയും അതിന് പട്ടാളത്തിൻ്റെ സഹായം. അവിടെ ഇപ്പം 1-2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത്. ഒന്ന്, അവിടെ ഇലക്ഷൻ നടത്തണം. 2, അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ, അവാമി ലീഗ് ഇവരുടെ പാർട്ടിയായിരുന്നു, അവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് ആദ്യമേ ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിന് ഇത് പറഞ്ഞത്. അവരെയാണ് ആക്രമിക്കുന്നത്, അവിടുത്തെ പ്രതിഷേധക്കാരെ ഇവരോടുള്ള ദേഷ്യം വെച്ച് ആ പാർട്ടിക്കാരെയാണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ യൂനസ് ലോകരാജ്യങ്ങളോട് മറുപടി പറഞ്ഞത്. അതല്ല ഹിന്ദുക്കളെ ആക്രമിക്കുന്നതെന്ന് ലോകത്ത് ഉടനീളം വ്യക്തമായി. അപ്പം ഒന്ന്, അവിടെ ഈ പട്ടാളത്തിന് പോലും താല്പര്യമില്ല. പട്ടാളത്തിന് കൂടുതൽ അധികാരം കൊടുത്തിട്ടുണ്ട്. അല്ല, പട്ടാളത്തിന് കൊടുത്തിട്ടില്ല. അല്ല, കൊടുത്തിട്ടില്ലെന്നല്ല, നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ പട്ടാളത്തിന് സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ള നിയന്ത്രണമില്ലാതെ, അതാ ഞാൻ പറയാം. പട്ടാളത്തിന് അധികാരം കൊടുത്തിട്ടില്ല. പട്ടാള ഭരണമല്ലെന്നേ ഉള്ളൂ. അത് പ്രത്യേക ഒരു കമ്മിറ്റി പോലൊരു സംവിധാനം ഉണ്ടാക്കി അതിനകത്ത് പ്രധാനമന്ത്രിയും ഒരു വിദേശകാര്യമന്ത്രിയും മറ്റൊരു മുഖ്യോപദേഷ്ടാവുന്ന റോളാണ്. പക്ഷെ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക്, അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ നിയന്ത്രണം വരുമ്പോൾ അവിടെ ഇപ്പോൾ 1% വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ബുദ്ധന്മാരും ഒക്കെ ഇല്ലായ്മ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇപ്പോഴും നിലവിൽ അവിടുത്തെ ഹിന്ദുക്കളെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും പൂർണ്ണമായിട്ടും ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല, നിരന്തരമായിട്ട് ഏറ്റവും അവസാനം ഇവൻ്റെ മത്തി, അതിൻ്റെ ഹിൽസ മത്സരം, ഞാൻ മത്തി എന്നൊക്കെ പറഞ്ഞത്, മത്തി തരത്തിലെന്ന് പറഞ്ഞു ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മൊത്തം വ്യവസായ സംരംഭങ്ങളും പൂട്ടി, ഹാൻഡ്ലൂം സംവിധാനം മൊത്തം പൂട്ടി. തുണിത്തരം മുഴുവൻ നമ്മൾ മേടിക്കുന്നില്ല, നമ്മളതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള ഉണ്ടാക്കാനോ നൂലും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ ഒരു വ്യവസായത്തെ, കാരണം നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്, അയൽ രാജ്യമാണ്, നമ്മളുടെ സൗഹൃദമായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം വലുതായിക്കൊള്ളട്ടെ എന്ന് കണ്ട്, കാരണം നമ്മളോടാണ് ഈ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ള സ്ത്രീ എന്ത് കാര്യത്തിനും അഭിപ്രായം ചോദിച്ചാൽ അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ്സ് പോലും ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇതാണ്. അപ്പോൾ അത്രയ്ക്ക് സൗഹൃദമായിരുന്നതുകൊണ്ട് വേണ്ടപ്പെട്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ തീവ്ര നിലപാടുള്ള അൽ-ഖ്വയ്ദ പോലുള്ള ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ തീവ്രവാദികളെയും മൊത്തം പിടിച്ച് അവരകത്തിട്ടു. രാജ്യത്തിൻ്റെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വേണ്ട രീതിയിൽ പുരോഗമനത്തിലേക്ക് ആ രാജ്യം പോവുകയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പുരോഗമന പാതയിലായിരുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ ലോകത്ത് മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിൻ്റെ വളർച്ചയിൽ പലവട്ടം
അഭിനന്ദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ അവിടുത്തെ തീവ്രവാദികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനകത്ത് ഏറ്റവും നല്ല രാജ്യം. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി സഹായം കഴിഞ്ഞ ദിവസം കെട്ടിപ്പിടുത്തം കണ്ടപ്പോഴേ അമേരിക്കയാണെന്ന് മനസ്സിലായി. കാരണം ഇയാൾ അവിടെ ചെന്നപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടില്ലെങ്കിലും അയാളെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തായിരുന്നു നമ്മുടെ അമേരിക്കയുടെ ജോ ബൈഡൻ. അപ്പം മനസ്സിലായി ഉമ്മ മാത്രമേ ഉള്ളൂ, വേറെ സംവിധാനമുള്ള. 5 ബില്യൺ വിദേശ അല്ലെങ്കിൽ ബില്യൺ ഡോളറിന് വേണ്ടി ഇപ്പം വിദേശ US ഉൾപ്പെടെയുള്ളവർ കെഞ്ചിക്കൊണ്ടിരിക്കുക. കാരണം 1 ബില്യൺ ഡോളർ അദാനിക്ക് തന്നെ കൊടുക്കാനുണ്ട്. വൈദ്യുതി നമ്മുടെ 3 ഇന്ത്യയിലെ 3 അദാനി കൂടാതെ 2 കമ്പനികളുടെയും കൂടെ സഹായത്തോടു കൂടിയാണ് വൈദ്യുതി മൊത്തം മേടിക്കുന്നത്. ബാക്കി 2 പേർക്കും 20 ബില്യൺ എങ്ങാണ്ടേ കൊടുക്കാനുള്ളൂ. അപ്പം അത് ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. അത് കൊണ്ടുവന്ന് ബാങ്കിലോട്ട് കൊടുത്താൽ ബാങ്കും പൂട്ടും. അപ്പം വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോഴാണ് ഇയാൾ ഇവിടെ കളിക്കാൻ വരുന്നത്. ഇവിടെ കളിക്കാൻ വരണ്ട, അല്ലെങ്കിൽ വേണ്ട ഹിന്ദു മതസഭ പറഞ്ഞെങ്കിൽ തെറ്റൊന്നുമില്ല. അവർ ഈ മധ്യപ്രദേശിലെ ഒരു വലിയ ശക്തമാണ്. മധ്യപ്രദേശിൽ അവർ വലിയ ശക്തി, അവർ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആ ദിവസം അവിടെ കളി വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവരുടെ ബന്ദിന് ആഹ്വാനം എന്ന് പറഞ്ഞാൽ ബാക്കി ഇന്ത്യയിൽ ഉടനീളം ഉള്ളതിനെക്കാട്ടി വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ സകല കാര്യങ്ങളിലും ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് പ്രസ്താവനകൾ ഇറക്കുകയും ത്രാണിയില്ല, ഒരു ത്രാണിയെങ്കിലും ഉണ്ടായാൽ ഇന്ത്യയെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയും അവിടെ ഇവിടെ മിസൈലുകൾ കൊണ്ടുവെക്കണമെന്ന് പറയും. ഏറ്റവും അവസാനം ഈ പറയുന്ന ഹിൽസാ മദ്യം തരത്തിലെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഹിൽസാ മദ്യത്തെ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കച്ചവടക്കാരെല്ലാം കൂടെ പറഞ്ഞ് ഇതെല്ലാം കൂടെ പൂട്ടിപ്പോയി, ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം പ്രസ്ഥാനങ്ങൾ മൊത്തം പൂട്ടി കിടക്കുക, തുണി വ്യവസായം മൊത്തം പൂട്ടി, ഇറക്കുമതി കയറ്റുമതി ഒന്നുമില്ല. നിലനിൽക്കണമെങ്കിൽ, കാരണം നമ്മളീ പറയത്തില്ലേ, വീട്ടിലെ ജോണിൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും കറണ്ട് ചാർജ് വെള്ളക്കര അടയ്ക്കണമെങ്കിൽ പൈസ കൈ വേണമല്ലോ. അതിന് വേണ്ടി പൈസ ഇല്ല. അതിന് വേണ്ടി പൈസ കടം നടക്കുക. 5 ബില്യൺ, വെറും 5 ബില്യൺ. പാകിസ്ഥാൻ ഇവനോടാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം പാകിസ്ഥാൻ ഇവനോട് 2 പേരും ഒരുപോലെ നടക്കുന്നത്. 2 പേർക്കും ഇത്രയും പൈസ. നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഇവൻ 5 ബില്യന് ലോകത്ത് തെണ്ടി നടക്കുക. എന്നിട്ട് രാജ്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ ശേഖരം എത്ര ഉണ്ടെന്നറിയോ? 700 ബില്യൺ. നമ്മുടെ ഇന്ത്യയുടെ ശേഖരം 700 ബില്യൺ ഡോളർ നമുക്ക് വിദേശ നാണ്യ ശേഖരമുണ്ട്. അവനോട് യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ യുദ്ധം ഇപ്പം ചെയ്യും, ഞങ്ങൾ മിസൈൽ വിടും, ഞങ്ങൾ മത്സ്യം തരത്തില്ല, ഞങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറയുക. എന്തൊരു കാര്യമാണ്. അപ്പം അടുത്ത ഈ പറഞ്ഞതുപോലെ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, അടുത്ത ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട്. ഇവനെല്ലാം ഈ താടിയും വളർത്തി മീശയും വളർത്തി മേപ്പോട്ട് നോക്കി ഇരിക്കുകയല്ലാതെ ഒരു രീതിയിലും രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ബംഗ്ലാദേശിനെ പണിഞ്ഞതാണ്. ബംഗ്ലാദേശിനെ പണിഞ്ഞതിന് ഇന്ത്യയെ പണിയുന്നതിനൊരു കാരണമുണ്ട്. എൻ്റെ പൊന്നു ജോണെ, ബംഗ്ലാദേശിനെ പണിഞ്ഞ് അവിടെ കിടത്തി. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയിട്ട് അമേരിക്ക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. നിങ്ങൾ മനസ്സിലാക്കണം ആർക്ക് വേണ്ടി. ബംഗ്ലാദേശിൽ ഈ കളിയെല്ലാം കൊടുത്ത് ഇന്ത്യക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു. ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 15 ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിപ്പ് നിർമ്മാണത്തിന് ഇന്ത്യ വരാൻ പോവാ. അതായത് അമേരിക്കയിലെ വ്യവസായികളല്ല വരുന്നത്, അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ടാണ് വരാൻ പോകുന്നത്. അമേരിക്ക നേരിട്ട് 2025 ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ തുടങ്ങി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന് കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ബിസിനസ് ചെയ്യുക. അവർക്കൂടെ വേണ്ടപ്പെട്ടാണ് സൈന്യത്തിന് ഉൾപ്പെടെ ചിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബിസിനസ്സാണ്. ഈ ബിസിനസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ അവരാരെല്ലാം സമ്മതിക്കുമോ? ഇന്ത്യ വേറെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കാൻ അവർ സമ്മതിക്കുമോ? ജോൺ അടുത്ത് കൊണ്ട് പൈസ മുടക്കി ജോൺ അവിടെ വിഷയം ഉണ്ടാകും, ജോൺ സമ്മതിക്കൂ? ഇല്ല. അപ്പം ഇന്ത്യയുടെ സുരക്ഷിതത്വം അമേരിക്കയുടെ നോക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുക. അപ്പോൾ നമുക്ക് ഈ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇവൻ ഇവിടെ കിടന്ന് കോക്കറി കാണിച്ചാലൊന്നും ഒരു വിഷയമല്ല. ഇനി കോക്കറി കാണിച്ചാൽ അത് അമേരിക്കയോട് നോക്കിയോളൂ. അതേ രീതിയിലുള്ള കരാറുമായിട്ട് പോയേക്കുക. അവിടെ ചെന്ന് ഒന്ന് കാത്തുകെട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ കാത്തുകെട്ടി കിടന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് നീ അങ്ങോട്ട് മാറിയില്ല, സമയമില്ല, നീ ആദ്യമേ പോയി അവിടെ ഇലക്ഷൻ നടത്ത്. 2 മാസമായില്ലേ, ആ ഇലക്ഷൻ നടത്തിയിട്ട് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഗവൺമെൻറ് പോവാം. അപ്പോൾ ജനങ്ങളുടെ തീരുമാനം അനുസരിച്ചുള്ള ഗവൺമെൻറ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. പറഞ്ഞു ഇതായിരിക്കും നരേന്ദ്രമോദി മനസ്സിലിരിക്കുന്ന കാര്യം, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വരുമ്പം അവിടുന്ന് ഇയാൾ ബാറ്റും ഗോളുമായിട്ട് വന്ന് ഇവിടെ കളിക്കണ്ട എന്ന് ഇവിടുത്തെ ഹിന്ദു മഹാസഭ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ കളിക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ കളിക്കാൻ പ്രയാസമാണ്. അതിനകത്ത് ന്യായമോ അന്യായമോ ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇതായതുകൊണ്ട് അതിനകത്ത് ന്യായമോ അന്യായമോ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഇവനിവിടെ കളിക്കണ്ട. മനസ്സിലായില്ലേ? ഹിന്ദുക്കളെ കൊല്ലുകയും അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞിട്ട് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടാണല്ലോ അവിടെ താമസിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഹിന്ദുക്കളെ ഒന്നുമല്ല കൊല്ലുന്നത്, നമ്മൾ അനുവദിക്കത്തില്ല. നമ്മുടെ രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ല കൊല്ലുന്നത്. വേറൊരു രാജ്യത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഹിന്ദു എന്നുള്ള സങ്കല്പത്തിനപ്പം ഈ ഭൂരിപക്ഷം 80% വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ടായതുകൊണ്ട് എൻ്റെ രാജ്യത്ത് ഹിന്ദു വേണ്ട. മനസ്സിലായില്ലേ? ആ രാജ്യത്തിൻ്റെ
വേണ്ടപ്പെട്ടവരായിട്ടുള്ള അവർ വേണ്ട. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഈ ഇന്ത്യയോട് നിരന്തരമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബംഗ്ലാദേശ് ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഒരു 20-20 കളിക്കാനും, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് 20-20 ക്രിക്കറ്റ് ഏറ്റവും ചെറിയ 20-20 രൂപമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ ഇവിടെ വരണ്ടെന്ന് ഹിന്ദു മഹാസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത് മധ്യപ്രദേശ് ഗോളിയറിലാണ് കളി. ഒക്ടോബർ 6-നാണ് കളി. ആ ദിവസം അവിടെ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരവിടെ ശക്തമാണ്. അവർ തീരുമാനിച്ചാൽ അത് നടക്കും എന്നാണ് അവിടുത്തെ ജനസംസാരം.